നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് വായ്പുണ്ട് വരുന്നുണ്ടോ? മെഡിസിൻ കഴിക്കുമ്പോൾ കുറയും, പക്ഷേ പിന്നെയും കുറച്ച് ദിവസത്തിനുള്ളിൽ തിരിച്ചു വരികയാണ്. നിങ്ങൾക്ക് ഭയങ്കര അസഹനീയമായിട്ടുള്ള വേദന കാരണം ഒന്ന് ഭക്ഷണം കഴിക്കാൻ പോയിട്ട് നല്ല രീതിയിൽ സംസാരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് എങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വായ്പുണ്ട് കാരണം നിങ്ങൾ അസഹനീയമായിട്ടുള്ള വേദന അനുഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇൻസ്റ്റൻ്റ് ആയിട്ട് പെട്ടെന്ന് എങ്ങനെ വേദന കുറക്കാം, അതുപോലെ തന്നെ ഇടയ്ക്കിടെ വരുന്നവരിൽ ഇത് സ്ഥിരമായിട്ട് വരുന്നവരിൽ അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ്. ഞാൻ ഡോക്ടർ ഫാത്തിമ തഷ്ഫിന ഫ്രം ഡോക്ടർ ഹിബാസ് ആരോഗ്യ ക്ലിനിക് പെരിന്തൽമണ്ണ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വായ്പുണ്ട് വരുന്നത്? ഒരു കാരണം എന്ന് പറയുന്നത് നിങ്ങൾ ബ്രഷ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ചെറിയ ചെറിയ ഇഞ്ചുറീസ്, അതല്ലാന്നുണ്ടെങ്കിൽ കേടുവന്ന പല്ലുകൾ കുറ്റികൾ ഇരിക്കുന്നത് അത് തട്ടിയിട്ട് സ്ഥിരമായിട്ട് വായ്പുണ്ട് വരാം. അതോടൊപ്പം തന്നെ ഈ ക്ലിപ്പ് ബ്രേസസ്, ഡെന്റൽ ബ്രേസസ് ഒക്കെ ഉപയോഗിക്കുന്നവർ അതിൻ്റെ കൂർത്ത ഭാഗം മറ്റും തട്ടിയിട്ട് ഈ വായ്പുണ്ടിൻ്റെ ബുദ്ധിമുട്ടുകൾ വരാം. രണ്ടാമതായിട്ട് നിങ്ങൾ വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് കാരണം വൈറ്റമിൻ B12, ഫോളേറ്റ്, അതുപോലെ തന്നെ അയൺ ഡെഫിഷ്യൻസീസ് കാരണം സ്ഥിരമായിട്ട് വായ്പുണ്ട് വരാം. മൂന്നാമതായിട്ട് അമിതമായിട്ടുള്ള മാനസിക സമ്മർദ്ദം, പ്രത്യേകിച്ച് കുട്ടികളിലൊക്കെ എക്സാം അടുത്ത സമയത്താണ് ഈ വായ്പുണ്ട് ഭയങ്കര റെക്കറൻ്റ് ആയിട്ട് സ്ഥിരമായിട്ട് കണ്ടുവരുന്നത്. ആ ടൈമിൽ അവർ ഉറക്കളിച്ച് പഠിക്കുന്നതുകൊണ്ട്, പ്രത്യേകിച്ച് ഹോസ്റ്റലിലൊക്കെ പഠിക്കുന്ന കുട്ടികളിൽ ആ ടൈമിൽ സ്ഥിരമായിട്ട് ഇതുപോലെ വായ്പുണ്ടിൻ്റെ ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്. അവർ ഉറക്കളിച്ച് പഠിക്കുന്നതുകൊണ്ട് കൃത്യമായിട്ടുള്ള പോഷകാഹാരങ്ങൾ കഴിക്കാത്തത് കൊണ്ടാണ് അവർക്ക് ഈ വായ്പുണ്ട് വരുന്നത്. ഒപ്പം നൈറ്റ് ഷിഫ്റ്റ് ജോലിയുള്ളവരിൽ, അമിതമായിട്ടുള്ള സമ്മർദ്ദം അനുഭവിക്കുന്ന ജോലികളിലുള്ളവരിലൊക്കെ സ്ഥിരമായിട്ട് വായ്പുണ്ട് കണ്ടുവരുന്നുണ്ട്. പിന്നെ ഈ സീലിയാക് ഡിസീസ് പോലെ, ക്രോൺസ് ഡിസീസ് പോലെയുള്ള വൈറസ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളിലുള്ളവരിൽ സ്ഥിരമായിട്ട് കണ്ടുവരുന്നുണ്ട്. ഗ്ലൂട്ടൻ അലർജി ഉള്ളവരിൽ, ഗോതമ്പിലുള്ള ഒരു പ്രോട്ടീനാണ് ഗ്ലൂട്ടൻ അലർജി ഉള്ളവരിൽ, മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളോട് അലർജി ഉള്ളവരിലൊക്കെ സ്ഥിരമായിട്ട് വായ്പുണ്ട് കണ്ടുവരുന്നുണ്ട്. പിന്നുള്ളൊരു മിസ്കൺസെപ്റ്റാണ് ഈ വയറുള്ള പുണ്ണ് നിറഞ്ഞിട്ടാണ് വായിൽ ഇതുപോലെയുള്ള അൾസേഴ്സ് ഉണ്ടാവുന്നത് എന്നുള്ളത്. പക്ഷെ അതിൽ രണ്ടും ഒരു കണക്ഷൻ ഇല്ല. ഇത് രണ്ടും ഒരുമിച്ച് വരാൻ ചില കേസുകളിൽ. അപ്പോൾ ഈ അൾസറിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് വയറ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഗ്യാസ്ട്രിക് അൾസറിന് കാരണമായിരിക്കാം. നിങ്ങൾ ഭക്ഷണം കഴിക്കാനൊരു ടൈം തെറ്റിയാൽ അമിതമായിട്ടുള്ള വേദന, നീറ്റൽ, വയറിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇടതേ സൈഡിലായിട്ട് അമിതമായിട്ടുള്ള നീറ്റൽ, ഒരു ബേണിങ് സെൻസേഷന്, ഭക്ഷണം കഴിച്ച ഉടനെ ഓക്കാനം, ഛർദിൽ, പുളിച്ചു തേട്ടൽ, നെഞ്ചിരിച്ചിൽ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒപ്പം ഈ അൾസറിനോടൊപ്പം അതും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഗ്യാസ്ട്രിക് അൾസറിൻ്റെ കൂടെ ലക്ഷണങ്ങളാവാം. ഗ്യാസ്ട്രിക് അൾസർ കണ്ടുവരുന്നത് സ്ഥിരമായിട്ട് രാവിലത്തെ പ്രഭാത ഭക്ഷണം ഒഴിവാക്കുന്നവർ, ഒരു കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാത്തവർ, അമിതമായിട്ടുള്ള സമ്മർദ്ദം കാരണം ഒരു ഹറിബറി ലൈഫ് ഉള്ളവർക്കാണ് കൂടുതലായിട്ട് ഈ ഗ്യാസ്ട്രിക് അൾസറിൻ്റെ ടെൻഡൻസി ഉള്ളത്. അതോടൊപ്പം തന്നെ ഈ അമിതമായിട്ടുള്ള പുകവലി, മദ്യപാനം, ഭയങ്കരമായിട്ട് സ്പൈസി ഫുഡുകൾ കഴിക്കുന്നവരിൽ ഇവരിലൊക്കെ ഗ്യാസ്ട്രിക് അൾസറിൻ്റെ ചാൻസ് വളരെയധികം കൂടുതലാണ്. ഗ്യാസ്ട്രിക് അൾസർ, H. പൈലോറി ഇൻഫെക്ഷൻ കാരണമാണ് ഗ്യാസ്ട്രിക് അൾസർ ഉള്ളതുണ്ടെങ്കിൽ അവരിൽ റെക്കറൻ്റ് ആയിട്ട് ഇതുപോലെയുള്ള വായ്പുണ്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും ഒരുമിച്ച് ട്രീറ്റ് ചെയ്താലേ നിങ്ങൾക്ക് ഈ ഗ്യാസ്ട്രിക് അൾസറും അതുപോലെ തന്നെ വായ്പുണ്ടും രണ്ടും ഒരുമിച്ച് ട്രീറ്റ് ചെയ്താലേ ഈ റെക്കറൻ്റ് ആയിട്ടുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. വായ്പുണ്ട് കാരണം ഇത്ര അധികം വേദന സഹിക്കുന്നവർ അത് പെട്ടെന്ന് കുറക്കാൻ ഒരു ഗ്ലാസ് ചെറിയ ചൂടുവെള്ളത്തിൽ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് അത് ഹോൾഡ് ചെയ്ത് തുപ്പിക്കളയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉള്ള നിങ്ങൾക്ക് ഒരു പെയിൻ റിലീഫ് കിട്ടും. അതോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ തേൻ ആഡ് ചെയ്ത് നിങ്ങൾ ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഇതുപോലെ അതിലുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി കണ്ടൻസ് പെട്ടെന്ന് ഒരു പെയിൻ റിലീഫിന് വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അൾസറിൻ്റെ ഭാഗത്തോട്ട് ഐസ് ഇതുപോലെ വായിൽ ഹോൾഡ് ചെയ്ത് പിടിക്കുക, ധാരാളം തണുത്ത വെള്ളം കുടിക്കുന്നതൊക്കെ ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു പെയിൻ റിലീഫിന് വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇതോടൊപ്പം തന്നെ എരിയുള്ള ഭക്ഷണങ്ങൾ, അതുപോലെ തന്നെ നല്ല പുളിയുള്ള ഭക്ഷണങ്ങൾ ഈ സമയത്ത് ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇതെല്ലാം ഈ ഒരു പെയിനിന് ട്രിഗർ ആവാൻ കാരണമാകുന്നുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ ഒഴിവാക്കുക, ധാരാളം വെള്ളം കുടിക്കുക, കരിക്കും വെള്ളം അല്ലെങ്കിൽ സാധാ വെള്ളം ധാരാളമായിട്ട് കുടിക്കുക. ഇത് നിങ്ങൾക്കൊരു പെയിൻ റിലീഫിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ നിങ്ങൾക്കൊരു ഡോക്ടറെ നിർദ്ദേശപ്രകാരം നമുക്ക്
അൾസർ ജെൽസ് അവൈലബിൾ ആണ്. ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിങ്ങൾക്ക് അൾസറുള്ള ഭാഗത്ത് അൾസർ ജെല്ല് ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ തേൻ പുരട്ടുന്നതോ ഇതുപോലെയുള്ള പെയിൻ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പെയിൻ റിലീഫിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. ഇനി നിങ്ങൾക്ക് ഇത് സ്ഥിരമായിട്ട് വായ്പുണ്ണ് വരികയാണെന്നുണ്ടെങ്കിൽ ഇത്തരം പെട്ടെന്നുള്ള ഇൻസ്റ്റൻറ്റ് റിലീഫ് ടിപ്സ് മാത്രം പോരാ. നിങ്ങൾക്ക് എന്താണ് അതിൻ്റെ കാരണം എന്ന് കൂടെ ഐഡൻറ്റിഫൈ ചെയ്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ അമിതമായിട്ടുള്ള മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവരോ അല്ലെങ്കിൽ ഉറക്കക്കുറവ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക. സ്ഥിരമായിട്ട് ഒരു 7-8 മണിക്കൂർ ഉറങ്ങാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ മാനസിക സമ്മർദ്ദം നിയന്ത്രിക്കുക. അതുപോലെ തന്നെ ഭക്ഷണം കൃത്യസമയത്ത് കഴിക്കാൻ ശ്രമിക്കുക. പോഷകാഹാരക്കുറവ് കാരണം വൈറ്റമിൻ B12, ഫോളേറ്റ്, അയൺ കണ്ടൻസ് ഉള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് ഇതുപോലെയുള്ള വായ്പുണ്ണ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്? വൈറ്റമിൻ B12 അടങ്ങിയിട്ടുള്ളത് കൂടുതലായിട്ടും നോൺ വെജിറ്റേറിയൻ സോഴ്സുകളിലാണ്. അതായത് മുട്ട, പാല്, ഇറച്ചി ഇതുപോലെയുള്ള വൈറ്റമിൻ B12 അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ. ഫോളേറ്റ് അടങ്ങിയിട്ടുള്ള ഇലക്കറികൾ, ബീൻസ്, അതുപോലെ അയൺ അടങ്ങിയിട്ടുള്ള ഡേറ്റ്സ്, കറുത്ത ഉണക്കമുന്തിരി, അനാറ്, രാഗി ഇതുപോലെയുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് കാരണമാണ് സ്ഥിരമായിട്ട് ബുദ്ധിമുട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ വയറ് സംബന്ധമായിട്ടുള്ള സീലിയാക് ഡിസീസ് അല്ലെങ്കിൽ ഗ്ലൂട്ടൻ അലർജി പോലുള്ള ബുദ്ധിമുട്ടുള്ളവർ അതിന് ട്രീറ്റ്മെൻറ്റ് എടുത്താലും നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ട് പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ സാധിക്കും. എന്തെങ്കിലും ഡെൻ്റൽ ഇഷ്യൂസ്, അതായത് പൊട്ടി നിൽക്കുന്ന പല്ല് അല്ലെങ്കിൽ ബ്രേസസ് ഉപയോഗിക്കുന്ന സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാരണം നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ഈ വായ്പുണ്ണ് വരുന്നതെങ്കിൽ ഒരു ഡെൻറ്റിസ്റ്റിൻ്റെ കൺസൾട്ടേഷൻ എടുത്തിട്ട് ആ ഒരു പ്രോബ്ലം അത് നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്ത് നിങ്ങൾക്കത് സോൾവ് ചെയ്യാവുന്നതാണ്. നോർമലി ഈ വായ്പുണ്ണ് ഒരു 2 ആഴ്ചയുടെ ഹീലാവും. പക്ഷേ ഒരു 3 ആഴ്ചയിൽ കൂടുതൽ വായ്പുണ്ണ് നിലനിൽക്കുകയാണ് അല്ലെങ്കിൽ അതിൻ്റെ സൈസ് കൂടുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് തട്ടുമ്പോഴേക്കും നല്ല രീതിയിൽ ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ ഈ കഴുത്തിൻ്റെ ഭാഗത്തായിട്ടുള്ള ലിംഫ് നോഡ്സ് കൈലവീക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. പ്രത്യേകിച്ച് അമിതമായിട്ടുള്ള മദ്യപാനം, പുകവലി ശീലമുള്ളവരാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ശ്രദ്ധ വേണം. കാരണം അതൊരു ക്യാൻസറസ് ടെൻഡൻസിയിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട്. ഇങ്ങനെ സൈസ് കൂടുകയോ അല്ലെങ്കിൽ 3 ആഴ്ചയിൽ കൂടുതലായിട്ട് നിലനിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ക്യാൻസറസ് ടെൻഡൻസി റൂൾ ഔട്ട് ചെയ്യേണ്ടത് ഒരു ഡോക്ടറെ കൺസൾട്ടേഷൻ ചെയ്ത് നിങ്ങൾ റൂൾ ഔട്ട് ചെയ്യേണ്ടത് നിർബന്ധമാണ്. ഇതുവരെ ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളോ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് നിങ്ങൾക്ക് ഈ വായ്പുണ്ണ് പോലെയുള്ള ബുദ്ധിമുട്ടുകളോ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കൺസൾട്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഡോക്ടർ ഫാത്തിമ തഷ്ഫിന ഫ്രം ഡോക്ടർ ഹിബ സരോവിയ ക്ലിനിക്, പെരിന്തൽമണ്ണ.